നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. കൊച്ചി തുറമുഖത്തെ FCI ഗോഡൌണിൽ നിന്ന് സ്വകാര്യ ആട്ട കമ്പനിയിലേക്ക് കടത്തിയ 10 ടൺ ഗോതമ്പ് ആലുവയിൽ പോലീസ് പിടിച്ചെടുത്തു. വാഹന ഡ്രൈവർ അറസ്റ്റിൽ. സീറോ ലാൻഡ് പദ്ധതി പ്രകാരം പട്ടയം ലഭിച്ചവർക്ക് ഭൂമി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് പൂരച്ചർ ആലുവ തഹസിൽദാറെ ഉപരോധിച്ചു. വർഷക്കാലത്ത് വരാപ്പുഴ പാലം മുതൽ തിരുമുഖം വരെ അപകടരഹിത മേഖലയാക്കാനുള്ള അധികൃതരുടെ തീരുമാനം മാസങ്ങൾ പിന്നിട്ടിട്ടും കടലാസിൽ ഒതുങ്ങി. മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ആലുവ പുളഞ്ചോട് കാത്തുനിൽപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPIM DYFI പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പറവൂർ കച്ചേരി മൈതാനം കോടികൾ മുടക്കി മോടി പിടിപ്പിക്കുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ മൈതാനത്തെ ഒരു ഭാഗത്ത് വലിയ സെപ്റ്റിക് ടാങ്ക് അപകടാവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. കൊച്ചി തുറമുഖത്തെ FCI ഗോഡൌണിൽ നിന്ന് സ്വകാര്യ ആട്ട കമ്പനിയിലേക്ക് കടത്തിയ 10 ടൺ ഗോതമ്പ് പോലീസ് പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗോതമ്പ് കടത്തിയ ലോറിയുടെ ഡ്രൈവർ മൂവാറ്റുപുഴ മാർക്കറ്റിന് സമീപം മാടാങ്കാവിൽ ഗോപി അറസ്റ്റിലായി. KL7 AF 6901 നമ്പർ ഐഷർ ലോറിയും കസ്റ്റഡിയിലെടുത്തു. റേഷൻ മൊത്തവ്യാപാരി സുബ്രഹ്മണ്യൻ എന്നയാളുടെ കലൂർ പൊറ്റക്കുഴിയിലുള്ള ഗോഡൌണിലേക്ക് കൊണ്ടുപോയ ഗോതമ്പാണ് കാലടി അയ്യമ്പുഴ പള്ളിക്കൽ ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് ആലുവ പുളിച്ചോട് സിഗ്നലിൽ വെച്ച് ആലുവ CI B ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ ലോറി കസ്റ്റഡിയിലെടുത്തത്. FCIയിൽ സുബ്രഹ്മണ്യന്റെ പേരിൽ ബിൽ ചെയ്ത് പുറത്തു കടത്തിയ ഗോതമ്പ് നെല്ലാട് സ്വദേശി വേണുവെന്ന ആളുടെ നിർദ്ദേശപ്രകാരമാണ് പള്ളിക്കൽ ഫുഡ് പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുപോയതെന്ന് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. ഇതിനു മുമ്പും വേണുവിന്റെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് FCIയിൽ നിന്നുള്ള ചരക്കുകൾ എത്തിച്ചിട്ടുണ്ടെന്നും ഡ്രൈവർ പറഞ്ഞു. FCIയിൽ നിന്നുള്ള ബിൽ വാങ്ങിയ വേണു ആറ്റിങ്ങൽ ഗംഗ ട്രേഡേഴ്സിന്റെ പേരിലുള്ള വ്യാജ ബിൽ ഗോപിക്ക് നൽകിയിരുന്നു. 2.5 ലക്ഷം രൂപയാണ് വ്യാജ ബില്ലിൽ ഗോതമ്പ് വിലയായി രേഖപ്പെടുത്തിയിരുന്നത്. ഗോതമ്പ് ചാക്കുകൾ ടർപ്പോളിനിട്ട് മൂടിയ നിലയിലായിരുന്നു. SI സുധീർ മനോഹറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് മഫ്റ്റിയിൽ സ്വകാര്യ കാറിൽ മുട്ടം തൈക്കാവ് നിന്ന് ലോറിയെ പിന്തുടർന്നു. മൂവാറ്റുപുഴ സ്വദേശി മനോജ് എന്നയാളുടേതാണ് പിടിയിലായ ലോറി. സുബ്രഹ്മണ്യന്റെ ജോലിക്കാരനാണ് വേണുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇരുവരുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല. ഇതിനിടെ കേസ് ഒതുക്കി തീർക്കുന്നതിന് ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായതായും സൂചനയുണ്ട്. അത് വഴിതിരിച്ച് കാലടിക്ക് പോകുന്ന ഒരു കമ്പനിയിലേക്ക് പോകുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അത് പുളിഞ്ചോട് ജംഗ്ഷനിൽ വെച്ച് ഞാൻ ചെക്കിയ സമയത്ത് വണ്ടികൾ KL 61 ഐഷറുണ്ട്. വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു. ഒരു ഫേക്കായ ഒരു ബില്ല് ആക്ടിങ്ങുള്ളൊരു ഗംഗാ ട്രേഡേഴ്സിന്റെ ബില്ലാണ് അയാൾ സൂക്ഷിക്കുന്നത്. ആ ഡ്രൈവറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇത് കൊച്ചിയിൽ നിന്ന് കണ്ണൂർക്കുള്ള കോൺസിയർ ഡിവൈസ് കൊണ്ടുപോകണമെന്ന് മനസ്സിലായത്. അയാളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലായത് ഇത് സ്ഥിരമായി ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കാലടി ഭാഗത്തേക്ക് ഒരു പള്ളിക്കൽ ഫുഡ് പ്രോഡക്ട്സുമായി ബില്ലുണ്ടായിരുന്ന പള്ളിക്കൽ ഫുഡ് പ്രോഡക്ട്സുമായി ഒരു കാലത്തേക്ക് അയാളെ സ്റ്റേഷൻ കുട്ടികളുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് വേറെ കേസിൽ രജിസ്റ്റർ ചെയ്തു. മറ്റ് നടപടികൾ അക്കാര്യങ്ങളും മറ്റും വളരെ സീറോ ലാൻഡ് പദ്ധതി പ്രകാരം പട്ടയം ലഭിച്ചവർക്ക് ഭൂമി ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭൂരഹിതർ തഹസിൽദാറെ ഉപരോധിച്ചു. കറുകുറ്റി മലയാറ്റൂർ വില്ലേജുകളിൽ പട്ടയം ലഭിച്ചിട്ടുള്ളവരാണ് തിങ്കളാഴ്ച രാവിലെ ആലുവ തഹസിൽദാർ ചന്ദ്രശേഖരൻ നായരെ ഉപരോധിച്ചത്. കറുകുറ്റിയിലെ 37 കുടുംബാംഗങ്ങളും മലയാറ്റൂരിലെ 17 കുടുംബാംഗങ്ങളും നടത്തിയ ഉപരോധത്തിന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി, ജനറൽ സെക്രട്ടറി ജ്യോതിദാസ് പറവൂർ, സെക്രട്ടറി സോമൻജി വെൺപുഴശ്ശേരി, NAM ബഷീർ, ലൈജു മങ്ങടൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ സെപ്റ്റംബർ 30-നാണ് സോണിയാഗാന്ധി പട്ടയം വിതരണം ചെയ്തത്. കറുകുറ്റി വില്ലേജിൽ കറുകുറ്റി പള്ളി, മുന്നൂർപ്പിള്ളി കനാൽ, കേബിൾ ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുറംപോക്കിൽ താമസിക്കുന്നവർക്കും വാടകയ്ക്ക് വീടുകൾ താമസിക്കുന്നവർക്കും മുന്നൂർപ്പള്ളി ഭാഗത്താണ് ഭൂമി നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടയമാണ് നൽകിയിട്ടുള്ളത്. മലയാറ്റൂരിലുള്ളവർക്ക് മലയാറ്റൂരിലെ തന്നെ പുറംപോക്ക് ഭൂമിയുടെ പട്ടയവും നൽകി. എന്നാൽ ഇതുവരെ ഭൂമി അളന്നു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. തങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് വില്ലേജ് അധികൃതർ ഭൂരഹിതരോട് പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്നാണ് തഹസിൽദാറെ ഉപരോധിക്കാൻ തീരുമാനിച്ചത്. സമരം നടത്തിയപ്പോഴാണ് കറുകുറ്റിയിൽ പട്ടയം നൽകപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസുണ്ടെന്നും അതിനാൽ അളന്നു നൽകാൻ കഴിയില്ലെന്നുമുള്ള കാര്യം ഉദ്യോഗസ്ഥർ ഭൂരഹിതരോട് പറയുന്നത്. ഈ വിവരം തങ്ങളെ
അറിയിക്കാതിരുന്നതിനെ കുറിച്ച് സമരക്കാർ ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ കളക്ടറേറ്റിൽ നിന്നാണ് അറിയിക്കേണ്ടതെന്നും തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലെന്നുമാണ് താലൂക്ക് അധികൃതർ പറഞ്ഞത്. കറുകുറ്റിയിൽ കണ്ടെത്തിയ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശം ഉള്ളതാണെന്നും അയാൾ കരം നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കേസ് കൊടുത്തിരിക്കുകയാണത്രേ. എന്നാൽ വില്ലേജ് അധികൃതരുടെ ഒത്താശയോടെ ഈ ഭൂമി കയ്യേറ്റക്കാരൻ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപണമുണ്ട്. 129/1 എന്ന സർവേ നമ്പറിൽ കരം അടക്കുന്നതായാണ് വില്ലേജ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ ഭൂമി 149/1 എന്ന സർവേ നമ്പറിലാണുള്ളത്. 129/1 എന്ന നമ്പറിൽ മറ്റൊരാളുടെ ഭൂമിയുള്ളതായും അയാൾ കരമടക്കുന്നതായും അറിയുന്നു. ഈ വൈരുദ്ധ്യം സമരക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ തഹസിൽദാർ അടക്കമുള്ളവർ ഉത്തരമുട്ടി. ഇതിനിടെ കറുകുറ്റി വില്ലേജ് ഓഫീസറെ വിളിച്ചു വരുത്തുകയും ഉടൻ മറ്റൊരു പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി അളന്നു നൽകാനും തഹസിൽദാർ ആവശ്യപ്പെട്ടു. മലയാറ്റൂർ വില്ലേജുകാരുടെ ഭൂമി 30-നകം അളന്നു നൽകാമെന്നും തഹസിൽദാർ സമരക്കാർക്ക് രേഖാമൂലം ഉറപ്പു നൽകി. ഇതേ തുടർന്ന് ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു. തഹസിൽദാർ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ സമരം കളക്ടറേറ്റിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സമദ് നെടുമ്പാശ്ശേരി അറിയിച്ചു. കറുകുറ്റിയിലെ ഭൂമിയുടെ സർവേ നമ്പറിലെ തിരിമറികൾ ചൂണ്ടിക്കാട്ടി കേസിൽ കക്ഷി ചേരാൻ സമരക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. തെറ്റായ രീതിയിൽ കരമടച്ചതായി രേഖ ഉണ്ടാക്കിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും സമരക്കാർ ആരോപിച്ചു. കറുകുറ്റി വില്ലേജിന്റെ പരിധിയിൽ വരുന്ന സർവേ നമ്പർ 149-2 ബ്ലോക്ക് 1 സബ്ഡിവിഷൻ നമ്പർ 32 എന്ന ഭൂമി അവർക്ക് പട്ടയം കൊടുത്തു. തഹസിൽദാരാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. പട്ടയം കൊടുത്തത് 30/9/2013 ഈ കാലവർഷമായിട്ട് ഭൂമി അളന്ന് തിരിച്ചു കൊടുക്കാൻ ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. പലപ്പോഴും ഈ പട്ടയമായി ഈ പാവപ്പെട്ട ജനങ്ങൾ വില്ലേജ് ഓഫീസിലും ബന്ധപ്പെട്ട ഓഫീസിലും കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ വില്ലേജ് പറയുമ്പോൾ താലൂക്ക് തഹസിൽദാരെ കാണാൻ പറയും, തഹസിൽദാർ ചിലപ്പോൾ കളക്ടറേറ്റ് പോകാൻ പറയും. ഈ സാഹചര്യത്തിൽ ഭൂരഹിതർ സംഘടിച്ചുകൊണ്ട് തഹസിൽദാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞു പോകും എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് ഇപ്പോൾ തഹസിൽദാരെ ദേശീയപാത 17 വരാപ്പുഴ മുതൽ തിരുമുപ്പം വരെയുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യത കൂടുതലുള്ള മേഖലകളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ദേശീയപാത അധികൃതരുടെയും വരാപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സംയുക്ത യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുന്നു. കഴിഞ്ഞ വർഷം തുടർച്ചയായി നടന്ന അപകടങ്ങളെ തുടർന്നാണ് അന്ന് സംയുക്ത യോഗം ചേർന്നത്. വരാപ്പുഴ പാലത്തിലെ മിനിസം കൂടുതലുള്ള ഭാഗം ചിപ്പ് ചെയ്ത് ഗ്രിപ്പ് കൂട്ടുവാനുള്ള ജോലികൾ നടത്തിയെന്നല്ലാതെ ചർച്ചയിലെടുത്ത മറ്റു തീരുമാനങ്ങൾ പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചിപ്പ് ചെയ്ത ഭാഗങ്ങളിൽ വീണ്ടും വേനൽക്കാലത്ത് ടാർ ഉരുകി വീണ് നിറഞ്ഞതിനാൽ അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും താഴ്ന്ന ഭാഗങ്ങളിൽ മണ്ണ് നിറച്ച് റോഡിനെ സമാന്തരമാക്കുവാനും ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ വളവുകളിലും റോഡിന് അരികിലും സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചുവെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വരാപ്പുഴ പാലത്തിന്റെ തുടക്കത്തിലും മറ്റ് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഹമ്പുകൾക്ക് പകരം റംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിക്കുക, അപകടകരമായ രീതിയിൽ റോഡിലേക്ക് കയറ്റി സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യുക, അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കൽ, സീബ്ര ലൈനുകളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ ജോലികളും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനവും എടുത്തിരുന്നു. ദേശീയപാത അധികൃതരും പഞ്ചായത്തും അധികൃതരും പോലീസും 1 മാസത്തിന് ശേഷം ഇവയെ സംബന്ധിച്ച് അവലോകന യോഗം ചേരുമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും മാസങ്ങൾ ഏറെയായിട്ടും അവലോകന യോഗവും ഇതുവരെ ചേർന്നിട്ടില്ല. മഴക്കാലം ആരംഭിച്ചിരിക്കെ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മേഖലയിൽ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പറവൂർ കച്ചേരി മൈതാനം കോടികൾ ചിലവഴിച്ച് സൗന്ദര്യവത്കരണം നടത്തുകയും ടൂറിസം മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തെങ്കിലും പറവൂർ പോലീസ് സ്റ്റേഷന്റെ കിഴക്ക് വശത്തെ സെപ്റ്റിക് ടാങ്കിന്റെ മുകൾ വശം മാലിന്യം മൂടി തന്നെ കിടക്കുന്നു. പറവൂർ താലൂക്ക് ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസ്, ട്രഷറി ഓഫീസ് എന്നിവയുടെ ടോയ്ലറ്റുകളുടെ മാലിന്യം ഒഴുകിയെത്തുന്നത് പ്രസ്തുത ടാങ്കിലാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതിക്കാരൻ ടാങ്കിന്റെ മുകൾ വശം തകർന്ന് അകത്ത് വീണിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആൾ രക്ഷപ്പെട്ടത്. അടിയന്തിരമായി ടാങ്ക് പുനർനിർമ്മിച്ച് അപകടരഹിതമാക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ദിനംപ്രതി നിരവധി പേരാണ് പല ആവശ്യങ്ങൾക്കായി പറവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും കോടതിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കടന്നു പോകുന്നത് ഈ സെപ്റ്റിക് ടാങ്കിന്റെ അരികിലൂടെയാണ്. ഇവിടെ അപകടം ഏത് നിമിഷവും നടക്കാമെന്നിരിക്കെ കച്ചേരി മൈതാനം കോടികൾ മുടക്കി മോടി പിടിപ്പിക്കുമ്പോൾ ഒരു വശത്തെ ഏത് നിമിഷവും അപകടം നടക്കാവുന്ന മാലിന്യ ടാങ്ക്
വേലികെട്ടി തിരിക്കാൻ പോലും അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത പുളിഞ്ചോടിലെ കാത്തുനിൽപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നും മെട്രോ റെയിൽ അധികൃതരുടെ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗതാഗത തടസ്സത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും CPIM DYFI പ്രവർത്തകർ തിങ്കളാഴ്ച ദേശീയപാതയിൽ പുളിഞ്ചോട് കവലയിൽ റോഡ് ഉപരോധിച്ചു. ദേശീയപാതയ്ക്ക് സമാന്തരമായുള്ള ബൈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും ഈ ഭാഗത്തെ ബാരിക്കോഡ് നിർമ്മിക്കും എന്ന ഉറപ്പും മെട്രോ അധികൃതർ പാലിച്ചിട്ടില്ല. ജസ്റ്റിസ് MM പരീതിപിള്ള ഉൾപ്പെടെ 40-ലേറെ വീടുകളിലേക്കുള്ള ഗതാഗതം ദുരിതമയമായി. ഈ ഭാഗത്തെ ബാരിക്കോഡ് ഇല്ലാത്തതിനാൽ സിഗ്നൽ മറികടന്ന് വാഹനങ്ങൾ കടന്നുവരുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. CPIM ലോക്കൽ സെക്രട്ടറി PM സഹീർ, DYFI ബ്ലോക്ക് സെക്രട്ടറി രാജീവ് സഖറിയ, KI കുഞ്ഞുമോൻ, MK മോഹനൻ, ബൈജു ജോർജ്, PHM തൊൽഹത്ത്, ജോമോൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. സമരത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മെട്രോ റെയിൽ അധികൃതർ ബാരിക്കോഡ് കെട്ടാതിരുന്നതിനാൽ സമരക്കാർ ബൈ റോഡിൽ ജനകീയ ബാരിക്കോഡ് നിർമ്മിച്ചു. വീടുകളിലേക്കുള്ള യാത്രക്കാരും വീട്ടുകാരും മൈനോട്ടിക്ക അമ്പലത്തിലേക്കുള്ള ഭക്തരും അടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഈ മേഖലയിൽ ഈ റോഡിൽ ഒരു മീഡിയൻ സ്ഥാപിക്കുക എന്നുള്ളത് ദീർഘനാളായി ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമാണ്. അത് ഇതുവരെ DMRC പരാതി നൽകിയിട്ട് അവർ വാക്ക് നൽകി ഒരാഴ്ച കൂടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കി തരാൻ അവർ തയ്യാറായിട്ടില്ല. അതിന്റെ പേരിലാണ് DYFI താൽക്കാലികമായി ജനകീയ സെക്ടർ എന്ന വിഷയത്തിൽ ജനകീയ മീഡിയൻ കരുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കോർ ബാങ്കിന്റെ ചികിത്സാ സഹായ പദ്ധതി സ്കൂൾ യൂണിഫോം വിതരണത്തിന്റെയും ഉദ്ഘാടനവും എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP പൗലോസ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് VN സുനിൽ അധ്യക്ഷത വഹിച്ചു. പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ MK ബാബു, കരുമാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ബാബു, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ KB അറുമുഖൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ലാലു, ബാങ്ക് സെക്രട്ടറി MKL ജോർജ്, മറ്റ് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗത കുരുക്കിൽ വീർപ്പുപൊട്ടുന്ന വരാപ്പുഴ ടൗണിൽ പ്രശ്നം പരിഹരിക്കാനായി പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നു. വഴിയോരത്തെ കച്ചവടങ്ങൾ നിയന്ത്രിച്ചും പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയുമാണ് ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നത്. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം ഷാപ്പുപടി മുതൽ പഞ്ചായത്ത് ഓഫീസ് കവല വരെ വഴിയോര കച്ചവടങ്ങൾ ഒഴിവാക്കണം. നടപ്പാതയിൽ കച്ചവട സാധനങ്ങൾ ഇറക്കി വെച്ചുള്ള വിൽപ്പനയും പാടില്ല എന്ന് പോലീസ് അറിയിച്ചു. മാർക്കറ്റിനുള്ളിൽ റോഡിലേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ചുള്ള വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്. ടൗണിൽ 1 മണിക്കൂറിൽ കൂടുതൽ പാർക്കിംഗ് അനുവദിക്കില്ല. കൂടാതെ ഓട്ടോറിക്ഷകൾ കിഴക്കുവശത്ത് മാത്രം പാർക്ക് ചെയ്യണം. മാർക്കറ്റ് റോഡിൽ വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് പാർക്കിംഗ് കർശനമായും നിരോധിച്ചിരിക്കുകയാണ്. മാർക്കറ്റ് കവലയിൽ 10 മീറ്റർ പരിധിയിലാണ് പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളത്. സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി ജോണി, വരാപ്പുഴ SI ഷോജോ വർഗീസ്, വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TP പോളി, സിബിമോൾ അനീഷ്, മിനി ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോമ്പാറകവലയിൽ റോഡ് ഉപരോധിച്ചു. ആലുവയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള എളുപ്പവഴിയായ കോമ്പാറ NAD മണലിമുക്ക് റോഡ് കുണ്ടുകുഴിയുമായി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ ഇറങ്ങി മറിയുന്നത് സ്ഥിരം കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ ഇരുചക്ര വാഹനക്കാരൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിലേക്ക് പോയ ഗർഭിണി കുഴിയിൽ വീണ് അവശനിലയിൽ അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് പ്രസവിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. PWD ഓഫീസിൽ പലവട്ടം പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും മർച്ചന്റ് അസോസിയേഷൻ, ഏകോപന സമിതി എന്നിവയെല്ലാം സംയുക്തമായി റോഡ് ഉപരോധിച്ചത്.
NCT നേതാവ് കുഞ്ഞുമോൻ അധ്യക്ഷനായ ഉപരോധ സമരത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജനങ്ങളെ ഇതിൽ നിന്ന് വിമുക്തമാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. റോഡ് തകർന്നാലും കൊള്ളാം, കുണ്ടും കുഴിയായി കിടന്നാലും കൊള്ളാം, അതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്നു. ബസ് യാത്രാ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുക. എത്ര മടങ്ങ് വർദ്ധിപ്പിച്ചു? നിർത്തുന്നുണ്ടോ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അവകാശം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. അതിന്റെ ദുരന്തം ഏറെയും അഭിമുഖീകരിക്കുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയ്ക്കകത്താണ്. BJP, വെൽഫെയർ പാർട്ടി, SDPI, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ നേതാക്കൾ സംസാരിച്ചു. വേനൽക്കാലത്ത് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് അധികൃതർ മഴ പെയ്ത് കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു കിടന്നപ്പോൾ റോഡ് പണിക്കു തയ്യാറായതും നാട്ടുകാരെ കുപിതരാക്കി. 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിസരങ്ങളിലുള്ളതിനാൽ അവിടേക്കെല്ലാം പഠിക്കാൻ പോകുന്ന കുട്ടികളും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും ജോലിക്കാരുമെല്ലാം യാത്രാ ദുരിതം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകാത്തതിൽ സമരസമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. എത്രയും വേഗം നടപടിയുണ്ടാകാത്ത പക്ഷം പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. അനാഥാലയങ്ങളുടെ മറവിൽ നടത്തുന്ന തട്ടിപ്പ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷൻ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് BJP ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് MN ഗോപി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ദിനിൽ ദിനേശ് അധ്യക്ഷത വഹിച്ചു. BJP ആലുവ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഹരിദാസ്, യുവമോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് മുദ്രക്കാട്, മിഥുൻ ചെങ്ങമനാട്, രാകേഷ് കുന്നത്തേരി, രൂപേഷ് പൊയ്യാട്ട്, ദിനിൽ നൊച്ചിമ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലേക്ക് ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പിഞ്ചുകുട്ടികളെ കിടത്തിക്കൊണ്ടുവന്ന് ഇവിടെ മദ്രാസകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായ നടത്തിയ മാർച്ച് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ച് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സുധീർ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ ഹോസ്പിറ്റലിലാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ കൊച്ചി തുറമുഖത്തെ FCI ഗോഡൌണിൽ നിന്ന് സ്വകാര്യ ആട്ട കമ്പനിയിലേക്ക് കടത്തിയ 10 ടൺ ഗോതമ്പ് ആലുവയിൽ പോലീസ് പിടിച്ചെടുത്തു. വാഹന ഡ്രൈവർ അറസ്റ്റിൽ. യൂറോലാൻഡ് പദ്ധതി പ്രകാരം പട്ടയം ലഭിച്ചവർക്ക് ഭൂമി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഊരച്ചർ ആലുവ തഹസിൽദാറെ ഉപരോധിച്ചു. വർഷക്കാലത്ത് വരാപ്പുഴ പാലം മുതൽ തിരുമുഖം വരെ അപകടരഹിത മേഖലയാക്കാനുള്ള അധികൃതരുടെ തീരുമാനം മാസങ്ങൾ പിന്നിട്ടിട്ടും കടലാസിൽ ഒതുങ്ങി. മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത ആലുവ പുളഞ്ചോട് കാത്തുനിൽപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPIM DYFI പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പറവൂർ കച്ചേരി മൈതാനം കോടികൾ മുടക്കി മോടി പിടിപ്പിക്കുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ മൈതാനത്തെ ഒരു ഭാഗത്ത് വലിയ സെപ്റ്റിക് ടാങ്ക് അപകടാവസ്ഥയിൽ.